ഇവിടെ തന്നെ കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, ട്രെയിൽസ് ആൻഡ് ട്രെയിൽസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു മലയിലേക്കുള്ള ഓഫ് റോഡ് വിശേഷങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. മഴ അല്പം ഒന്ന് കുറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് കരുതി ഇറങ്ങിയതാണ്. കാളിമല ഓഫ് റോഡിന് ശേഷം നമ്മൾ പോകുന്ന അടുത്ത മലയുടെ പേര് നെല്ലിക്കാമല എന്നാണ്. നെല്ലിക്കാമല സ്ഥിതി ചെയ്യുന്നത് അമ്പൂരി പഞ്ചായത്തിലാണ്. നമ്മളീ പോകുന്നത് നെയ്യാർ ഡാമിന് മുന്നേയുള്ള കള്ളിക്കാട് ജംഗ്ഷനിൽ നിന്നും വെള്ളറടയ്ക്ക് പോകുന്ന നെടുമങ്ങാട് ഹൈവേയിലൂടെയാണ്. റോഡിൻ്റെ ഭൂരിഭാഗവും പുതിയതായി ടാർ ചെയ്തിട്ടുണ്ട്. ചില ഭാഗത്ത് ഇപ്പോഴും റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പണി നടക്കുന്നുണ്ട്. നമ്മളീ പോകുന്ന വഴി കുടപ്പനമൂട് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് നെല്ലിക്കാമലയിലേക്ക് പോകേണ്ടത്. ഈ കാണുന്നതാണ് കുടപ്പനമൂട് ജംഗ്ഷൻ. സ്ട്രെയിറ്റായി പോയാൽ വെള്ളറടയ്ക്ക് പോവാം, ലെഫ്റ്റിലേക്കാണെങ്കിൽ അമ്പൂരിയിലേക്ക് ചെല്ലും. നെല്ലിക്കാമലയുടെ ഏറ്റവും അടിവാരത്താണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുൾ കയറ്റമാണ്. നമ്മളിവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ പോകുമ്പോഴേക്കും ഇടതുഭാഗത്തായി CSI നെല്ലിക്കാമല പള്ളിയുടെ ആർച്ച് കാണാം. അതിനുള്ളിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല കുത്ത് കയറ്റമാണ്. എങ്ങനെ പോയാലും വണ്ടി ഫസ്റ്റ് ഗിയറിന് അപ്പുറത്തേക്ക് പോകത്തില്ല. അങ്ങനെ കുറേ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും CSI നെല്ലിക്കാമല കാണാൻ സാധിക്കും. അവിടെ നിന്ന് വീണ്ടും പോകണം. ഏകദേശം മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്ററോ അതിലധികമോ പോകണം ഓഫ് റോഡ് സെക്ഷനിലേക്ക് എത്താനായിട്ട്. ഈ ഭാഗത്തെല്ലാം റബ്ബർ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാടിൻ്റെ അന്തരീക്ഷമാണ്. പ്രത്യേകിച്ച് മഴയും കൂടെ പെയ്തിരിക്കുന്നതുകൊണ്ട് വളരെ നല്ലൊരു ഫീലാണ് ഇവിടെ മൊത്തം. അങ്ങനെ ഓഫ് റോഡ് സെഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിലൊരു കയറ്റവും നല്ല പൊളിഞ്ഞു കിടക്കുന്ന ഒരു റോഡുമാണ്. ഈ റോഡ് കുറച്ച് പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് എത്താൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ആ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളറടയും പിന്നെ താഴെയായിട്ട് ഇമ്മാനുവൽ കോളേജും ഒക്കെ കാണാൻ സാധിക്കും. നമ്മൾ അവിടെ നിന്നും കുറച്ച് ഡ്രോൺ ഷോട്ട്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ വ്യൂ പോയിന്റിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അല്പം ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും ഏതാണ്ട് ഇരുട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് മരങ്ങളുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇരുട്ട് വ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ബൈക്കിലാണ് വരുന്നതെങ്കിൽ എന്തായാലും ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരിക്കണം. കാരണം ഈ ഒരു റോഡ് തന്നെ അത്യാവശ്യം പാടുള്ളതാണ്. ബൈക്കുകൾക്ക് പ്രത്യേകിച്ച് നല്ല ഹാർഡാണ്. ഓഫ് റോഡറിനൊന്നും വലിയ കുഴപ്പമുണ്ടാകത്തില്ല. എനിക്ക് തോന്നുന്നില്ല 4 വീൽ ഡ്രൈവ് വേണമെന്ന്. പക്ഷേ എന്തായാലും ഞാൻ 4 വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ വണ്ടി കയറുന്നുണ്ട്. ഈ റോഡ് നേരെ ചെന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ ആയിട്ടുള്ള ഒരു സ്പോട്ടിലേക്ക് എത്താൻ സാധിക്കും. ക്യാമ്പിങ്ങും അവിടെ സ്റ്റേക്കുള്ളതൊക്കെ ഫെസിലിറ്റി ഉണ്ട്. ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് മെയിൻ നെല്ലിക്കാമല വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോയത്. നമ്മളീ പോകുന്ന വഴി തന്നെ ഒരു ഫാമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു വാട്ടർ ടാങ്കൊക്കെ ഉണ്ട്. ഫാമുള്ളത് മാപ്പിൽ നോക്കിയപ്പോൾ മനസ്സിലായതാണ്. ഈ പോകുന്ന വഴിയിലെങ്കിലും ഒരു മനുഷ്യനെ കാണാനില്ല. അതുമാത്രമല്ല മരങ്ങൾ നല്ല രീതിയിൽ കാട് പിടിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത് റബ്ബർ എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു.
മൊത്തം ഇനി അങ്ങോട്ട് പാറക്കല്ലുകളാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ ചെടികൾ നല്ല രീതിയിൽ റോഡിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. വണ്ടിയിലൊക്കെ ഉരയുന്നുണ്ട്, എങ്കിലും അത്ര വലിയ പെയിൻറ്റ് പോകുന്നത്ര രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഉരയുന്നില്ല. കാരണം വണ്ടി ചെറുതായത് കൊണ്ട് തന്നെ അങ്ങനെ ഉരയുന്നില്ല. ഇവിടെ എത്തിയപ്പോൾ ശരിക്കും നല്ല ടെൻഷനായിരുന്നു. കാരണം നല്ല രീതിയിൽ ചെടികൾ ഇങ്ങോട്ടേക്കൊന്നും വണ്ടികൾ വന്നിട്ട് തന്നെ, 4 വീലേഴ്സ് വന്നിട്ട് തന്നെ കുറേ നാളായി തോന്നുന്നു. ആ രീതിയിൽ ചെടികളെല്ലാം വഴിയിലേക്ക് നിൽപ്പുണ്ട്. അതുമാത്രമല്ല, സമയം പോകും തോറും ഇരുട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നെല്ലിക്കാമലയിൽ വന്നിരിക്കുന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്. അപ്പോൾ രണ്ടുപേരും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മുടെ ഓഫ് റോഡിൽ എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു സംശയം. ഈ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞപ്പോൾ കൂടുതൽ സംശയം. കാരണം ഇനി അങ്ങോട്ടുള്ളത് ഇതിന് നമ്മൾ വന്ന വഴിയേക്കാളും എക്സ്ട്രീമാണ്, കുറച്ചുകൂടെ എക്സ്ട്രീമാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ കാളിമലയൊന്നും ഓഫ് റോഡിനെ പറയാൻ പറ്റത്തില്ല. അത്രയൊക്കെ ഈസി ആയിരുന്നു കാളിമല കയറിയത്. പക്ഷേ ഈ ഭാഗം അങ്ങനെയല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഓഫ് റോഡ് സെക്ഷനാണ്. അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ പാറക്കെട്ട്, അതും സ്റ്റെപ്പ് പോലെ പടിപടിയായിട്ട് പോകുന്ന രീതിയിലാണുള്ളത്. ക്യാമറയിൽ കാണാൻ പറ്റില്ല. എന്തായാലും കുറച്ച് ദൂരം കൂടെ പോയ ശേഷം നിർത്താമെന്ന് വിചാരിച്ചു. കാരണം ഇരുട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോയി വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇരുട്ടും. ചിലപ്പോൾ വ്യൂ പോയിന്റിലേക്ക് തന്നെ പോകാൻ പറ്റണമെന്നില്ല. അങ്ങനെ നമ്മൾ പോവുകയാണ്. വേറൊരു വണ്ടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ധൈര്യമായിരുന്നു. അപ്പോൾ ആ രീതി ചെന്ന് പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. ആ ശബ്ദം ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എത്രമാത്രം അറിയാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു തിക്കായിട്ടുള്ള റബ്ബർ ബോളിൽ നിന്നും കാറ്റ് പെട്ടെന്ന് പൊട്ടി പോകുന്ന പോലത്തെ ഒരു ശബ്ദമാണ് കേട്ടത്. അപ്പം എങ്ങനെയാണ് പോയതെന്നോ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ആദ്യത്തെ ഒരു ഡൗട്ട് ടയർ എങ്ങാനും പഞ്ചറായെന്നുള്ളതായിരുന്നു. എന്തായാലും ടയറിനൊന്നും കുഴപ്പമൊന്നുമില്ല, അത് പോയി നോക്കിയ ശേഷം മനസ്സിലായി. പിന്നീട് നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു കൂട്ടത്തിൽ ഒരു ഓഫ് റോഡറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ധൈര്യമായിരുന്നു. കാരണം രണ്ടുപേരും എക്സ്പീരിയൻസ്ഡ് അല്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചു തൽക്കാലത്തേക്ക് ഇന്ന് ഇത്രയും പോയ ശേഷം ഒന്നുകൂടെ വരാമെന്ന് വിചാരിച്ചു നമ്മൾ തിരികെ പോവുകയാണ്. അപ്പോൾ ഓഫ് റോഡ് പോകുമ്പം എന്തായാലും കൂടെ ഒരു ഗ്രൂപ്പ് ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും. ഇതിപ്പോൾ അത്ര എക്സ്ട്രീം ആയിട്ടുള്ള ഓഫ് റോഡൊന്നും അല്ല, നമുക്ക് പോകാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷേ എങ്കിൽ ആ ശബ്ദം കേട്ടത് കൊണ്ടും പിന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ കൊണ്ടുമാണ് നമ്മളിപ്പോൾ തിരികെ വരാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഒന്നുകൂടെ നെല്ലിക്കാമല എക്സ്പ്ലോർ ചെയ്യണം. എന്തായാലും വ്യൂ പോയിന്റ് വരെ പോകണം. അതോടൊപ്പം തന്നെ ആ ക്യാമ്പിംഗ് സൈറ്റിലും പോയി ഒരു ദിവസം സ്റ്റേയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ തിരികെ പോവുകയാണ്. വളരെ രസമുണ്ട്, പോകാൻ ഭയങ്കര രസമാണ്. ചെറിയൊരു ടെൻഷനുമുണ്ട്. ഇവിടെ വന്യജീവികൾ എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ കാട്ടുപന്നി, മുള്ളംപന്നി, പിന്നെ കേഴമാൻ, അതൊക്കെയാണുള്ളത്. വേറെ അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളൊന്നും ഇല്ല. ഇതൊരു ഹൊറർ വഴിയാണ്, ഫുള്ള് പുല്ലും. എങ്ങനെ വണ്ടി കയറി? ശരിയാണോ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഓഫ് റോഡ് വീഡിയോസായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഓഫ് റോഡിനെ സംബന്ധിച്ചിട്ടുള്ള ടിപ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.